ഹലോ. കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറേ വീഡിയോസ് ഞാനിതിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് ഇടാം. അത്രയും വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ആക്ച്വലി ടയേർഡ് ആയിപ്പോയി. കാരണം കുറെ ദിവസത്തിന് ശേഷം വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ഒരു ഫ്ലോ കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ പറയാ, ഡിലീറ്റ് ഓഫ് ചെയ്യാ, വീണ്ടും ഇടുക, വീണ്ടും പറയാ, വീണ്ടും ഇടുക, വീണ്ടും പറയാ, അങ്ങനത്തെ ഒരു രീതിയിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ ചുറ്റിനും നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുന്ന സമയത്ത് ഇത്രയും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ നോക്കും. എഡിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടലായിരിക്കും, അത് റോ ആയിട്ട് തന്നെ. എനിവേസ്, ഞാനിപ്പോ സൈക്കോളജി റിലേറ്റഡ് ഒരു കോണ്ടന്റ് അല്ല പറയാൻ പോകുന്നത്. కొంచెం ഡിഫറെന്റ് ആണ് കോണ്ടന്റ്. അതായത് ഇപ്പൊ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം നല്ല രാവിലെ സമയം, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഇത്രയും സൗണ്ട് ഡിസ്റ്റർബൻസും കൊതുകിന്റെ ഡിസ്റ്റർബൻസും ഒക്കെ ഉള്ള സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഈ സമയത്ത് വീഡിയോ ചെയ്യേണ്ട ആവശ്യം എന്താണെന്നുള്ളത്. ഈ സമയത്ത് വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ ടൈമിങ്സ് ഞാനല്ല ചൂസ് ചെയ്യും. ഓക്കെ, അൽഹംദുലില്ലാ മാഷാഅല്ലാ, ഐ എം ബ്ലെസ്ഡ് വിത്ത് എ ബേബി ബോയ്. അപ്പൊ അവനാണ് ചൂസ് ചെയ്യുന്നത് ഞാൻ ഏത് സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഹീ സ്ലീപ്പിംഗ് നൗ. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഞാൻ എന്റെ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. മിക്കവാറും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവന് എണീക്കാൻ ചാൻസ് ഉണ്ട്. അത്രയും സമയമായി ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ ഇനി കുറച്ച് ദിവസങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സൈക്കോളജി റിലേറ്റഡ് കോണ്ടന്റുകളുടെ കൂടെ ഇതേപോലെ ഡെലിവറി അല്ലെങ്കിൽ ഒരു ന്യൂ മോം ലൈഫ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. ബിക്കോസ് അത് കുറച്ചാൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ക്യൂൻ ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട് എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ അത് ഞാനും എന്റെ ഫ്രണ്ട് നിഹാലിനെ രണ്ടുപേരും കൂടെ ചെയ്യുന്നതാണ്. ആ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കുറച്ച് പല കോണ്ടന്റും കാണാനും കേൾക്കാനും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ അതല്ല നമ്മുടെ കാര്യം. അപ്പൊ അതിൽ നമ്മൾ ക്യൂൻ ആയിട്ട സമയത്ത് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കോ, മോം എഡിഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡെലിവറി എക്സ്പീരിയൻസ് പറയൂ, അതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഷെയർ ചെയ്യുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ന്യൂ മോംസിന് അല്ലെങ്കിൽ എക്സ്പെക്ടിങ് ആയിട്ടുള്ള ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഗെറ്റിംഗ് ഇൻ ടു ദ പോയിന്റ്, ഇന്നത്തെ സ്റ്റോറി ഡെലിവറിയാണ്. എന്റെ ഡെലിവറി വാസ് നൈസ് എന്ന് വിചാരിച്ച് സുഖപ്രസവം എന്നുള്ള അർത്ഥത്തിലല്ല, സുഖപ്രസവമായിരുന്നു, അതായത് നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ എല്ലാവരും പോലെ തന്നെ നല്ല രീതിയിൽ വേദന സഹിച്ച് തന്നെയാണ് പ്രസവിക്കുന്നത്. പക്ഷെ എനിക്ക് അത്ര ട്രോമറ്റൈസിങ് ആയിരുന്നില്ല. അത് ആ രീതിയിൽ അൽഹംദുലില്ലാ എടുക്കാഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല. അത്ര വലിയ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് മോളെ പ്രസവിക്കാനൊന്നും നിൽക്കല്ല കേട്ടോ എന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ആൻഡ് ഓൾസോ അത് ലൈക്ക് അത് അത്ര പ്രശ്നമൊന്നുമില്ല, കേസ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പ്രശ്നമൊക്കെ തന്നെ, അതായത് വേദനയാണ്, നല്ല വേദന, നമ്മൾ ലൈഫിൽ തന്നെ വരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത വേദനയാണ്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. മനസ്സിലായോ? ആ രീതിയിലായിരുന്നു എന്റെ ഡെലിവറി എന്ന് പറയുന്നത്. ആൻഡ് പ്രഗ്നൻസി വാസ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുക, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, അങ്ങനത്തെ ഒക്കെ അവസ്ഥയായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രഗ്നൻസി, ആ ഒരു സമയം നമുക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് മിസ് ചെയ്യുന്നുള്ളത് ഞാൻ ഓൾറെഡി അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ പ്രഗ്നൻസി ജേർണി ലീഡ് ചെയ്തത്. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്റർ ആയപ്പോൾ കുറച്ചും കൂടെ വൈബായി. അതായത് നമ്മൾ ഛർദിയും കാര്യമൊന്നുമില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം എന്നുള്ളൊരു അവസ്ഥയായി. പക്ഷെ എനിക്ക് അങ്ങനെ ക്രേവിങ്സ് ഒന്നും ഉണ്ടായിരുന്ന ഒരു പ്രഗ്നന്റ് ആയിരുന്നില്ല ഞാൻ. അതായത് പ്രത്യേകിച്ച് ഷുഗറിനോട് ക്രേവിങ്സ് അല്ലെങ്കിൽ എരിവിനോട് ക്രേവിങ്സ്, പുളി, അങ്ങനത്തെ സംഭവം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നോർമലി എല്ലാ ഭക്ഷണവും എന്ത് തിന്നാലും ഞാൻ കഴിക്കുന്നുള്ളൊരു ഫീൽ ആയിരുന്നു. ലാസ്റ്റ് ട്രൈമസ്റ്റർ വന്ന സമയത്ത് കുറച്ചും കൂടെ ഫിസിക്കൽ ഡിസ്റ്റർബൻസസ് വരാൻ തുടങ്ങി. അതായത് നമുക്ക് ഉരവേദന, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ അവിടെ വേദന, ഇവിടെ വേദന, അങ്ങനെ വേദന, ഇങ്ങനെ വേദന, അങ്ങനത്തെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പ്രഗ്നൻസി വാസ് സ്മൂത്ത്. പക്ഷെ ഡെലിവറിന്റെ സമയത്ത് June 19th ആയിരുന്നു എന്റെ ഡ്യൂ ഡേറ്റ്. പക്ഷെ ഞങ്ങള് 9ാം മാസം സ്കാനിങ്ങിന് പോയ സമയത്ത് എന്റെ ലിക്വർ വോളിയം, അത് വെള്ളം കൂടുതലാണെന്നുള്ളതും കുട്ടി വെയിറ്റ് കൂടുതലാണെന്നുള്ളതും പറഞ്ഞു. അപ്പൊ ഞങ്ങൾ സ്കാനിങ്ങിന് പോയി, സ്കാനിങ്ങിന് റിസൾട്ട് ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു ലിക്വർ വോളിയം നല്ല കൂടുതലാണ്, കുട്ടി വെയിറ്റും കൂടുതലാണ്, ഏകദേശം 4 കിലോ ഉണ്ടെന്നാണ് സ്കാനിങ്ങിൽ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ഇപ്പൊ അഡ്മിറ്റ് ആവുന്നുണ്ട് ചോദിച്ചു. അപ്പൊ ഐ വാസ് ലൈക്ക്, എന്ത് അഡ്മിറ്റ് ആവാനും നമ്മൾ ഷോക്കായി പോയി. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ടിങ് ആയിരുന്നില്ല. 20+ ഡേയ്സ് എനിക്ക് ആ സമയത്ത് എന്റെ ഡ്യൂ ഡേറ്റിനുണ്ടായിരുന്നു. അപ്പൊ അത്രയും ദിവസം മുമ്പൊന്നും ഞാൻ പ്രസവിക്കും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തു. ഒരാഴ്ച മുമ്പൊക്കെ ചിലർക്കൊക്കെ വേദന, മിക്ക ആളുകൾക്ക് അങ്ങനെ വേദന വരുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും സമയം മുമ്പ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ആൻഡ് ഓൾസോ
ലൈക്ക് എന്റെ പ്രസവത്തിന്റെ സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. കൂടെ ഉണ്ടാവണം മീൻസ് സ്യൂട്ട് റൂം അല്ല ഉദ്ദേശിച്ചത്, ആ സമയത്ത് അവിടെ കുട്ടീനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇക്കാക്കും ആ സമയത്ത് വരാൻ പറ്റൂലേ എന്നുള്ളൊരു സങ്കടവും എനിക്കുണ്ടായി. പക്ഷേ ഞാൻ വീട്ടിലെത്തി, വീട്ടിലെത്തുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞു ഇപ്പൊ അഡ്മിറ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചല്ലോ, അവിടെയാണല്ലോ നമ്മൾ നിർത്തിയത്. അപ്പം ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ എന്ന് വെച്ചാൽ വേണമെങ്കിൽ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം. അതിന്റെ മേലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം കുട്ടി നല്ല രീതിയിൽ വെയിറ്റ് കൂടും. പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, പക്ഷെ സിസേറിയൻ എന്ന് പറഞ്ഞു. സിസേറിയൻ ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് നോർമൽ ഡെലിവറി വേണമല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ എന്നാൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം വരാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് വരാമെന്നുള്ള രീതിയിൽ നമ്മൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യാത്ത ആ ഒരു സമയം വന്ന് ലൈക്ക് ഡെലിവറിക്ക് എന്നുള്ള ഒരു സംഭവം വരുമ്പോൾ നമുക്ക് പേടിയാണല്ലോ. ഇപ്പൊ നല്ല രീതിയിൽ പേടിച്ച് മെന്റലി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് തന്നെ എന്റെ ഒരു മൈൻഡ് സെറ്റ് എല്ലാം റെഡി ആക്കി. അതായത് ആ ഒരു ടെൻഷൻ, ആ ഒരു ഫിയർ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആൻഡ് ഓൾസോ എന്റെ ഹസ്ബൻഡ് ആ ഒരു സമയമായപ്പോഴത്തേനും ടിക്കറ്റ് എല്ലാം ചേഞ്ച് ചെയ്ത് ഡെലിവറി നമ്മൾ ആ 2 ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് വന്നു നാട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ ഇറ്റിസ് ഹോസ്പിറ്റലിലാണ് ഞാൻ പ്രസവിക്കുന്നത്, അങ്ങോട്ട് പോയി. അവിടെ എത്തിയപ്പം PV ചെക്ക് ചെയ്തു. PV എന്ന് പറയുന്നത് എനിക്കൊരു നൈറ്റ് മെയർ ആയിരുന്നു. അപ്പൊ ഇത് കാണുന്ന ആളുകൾ വിചാരിക്കും അവർക്ക് ഓൾറെഡി ചിലപ്പോൾ PV പേടിയായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് വിചാരിക്കും PV ഭയങ്കര പ്രശ്നമാണോ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനല്ല, PV പ്രശ്നമല്ല. പക്ഷെ ഞാൻ ആ സമയത്ത് പ്രശ്നമാക്കി. ഓക്കെ, അതായത് എനിക്ക് ചെറിയ പേടിയുണ്ടായി. അപ്പൊ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ഒക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു എന്തിനാ പേടിക്കുന്നത്, റിലാക്സ് ആയിരിക്കും. പിന്നെയാണ് നമുക്ക് അതിന്റെ ഒരു ഗുഡൻസ് മനസ്സിലായി. അപ്പം PV കുറച്ചെന്ന് വെച്ചാൽ ചെറിയ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ കുറച്ചൊന്ന് ഒരു പേടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി എനിക്ക് PV. അപ്പൊ PV ചെക്ക് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു 1 സെന്റിമീറ്റർ ഡയലേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. വയറ് കഴുകിയപ്പോൾ എനിക്കൊരു പീരിയഡ് ക്രാംസ് ഒക്കെ വരുന്ന പോലെ വേദന ഉണ്ടായി, ചെറിയ രീതിയിൽ വേദന ഉണ്ടായി. ആ വേദന ഇങ്ങനെ സഫർ ചെയ്ത് ഇങ്ങനെ പോയി. ഞങ്ങൾ ഏകദേശം രാവിലെയാണ് പോകുന്നത്. അതിങ്ങനെ വേദന സഫർ ചെയ്ത് ഞാൻ അങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നു, ഇങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നു, സ്റ്റെപ്പ് കയറുന്നുണ്ടായിരുന്നു, സ്ക്വാട്ട്സ് ചെയ്യുന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വേദന വരും പോകും, ആ രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോഴും 1 സെന്റിമീറ്റർ ഉള്ള പിന്നെ 2 സെന്റിമീറ്റേഴ്സ് ആയി. അന്ന് രാത്രി ആയപ്പോഴത്തേനും 4 സെന്റിമീറ്റേഴ്സ് ആയി. പക്ഷെ രാത്രി ചെക്ക് ചെയ്ത സിസ്റ്റർ പറഞ്ഞു 4 സെന്റിമീറ്റേഴ്സ് ആയിട്ടുണ്ട്, പക്ഷെ പ്രസവം ഇന്ന് രാത്രി ഉണ്ടാകൂല, കാരണം കുട്ടി ഭയങ്കര വെയിറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരും പെയിന്. ഇൻഡ്യൂസ് ചെയ്യാതെ പ്രസവം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മളെ അടുത്ത് പോയി കിടക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ചെന്നു. രാവിലെ ചെന്ന സമയത്ത് നമ്മളെ കൂടെ തന്നെ പെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്ന 4 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. 4 ആളുകൾ ഇങ്ങനെ പരിക്ക് കിടക്കുകയാണ്, പെയിൻ ഇൻഡ്യൂസ് ചെയ്തു. അതില് ഞാൻ വിചാരിച്ചു ഞാൻ കുറെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എനിക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര എക്സസൈസിങ്, പൊളിമണിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. എക്സസൈസിങ്, സ്ക്വാട്ട്സ് ചെയ്യുന്നു, അതുപോലെ തന്നെ നടക്കുന്നു, ലേബർ റൂമിന്റെ ഉള്ളിൽ ഫുള്ള് ഷോ ഓഫ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ. കുറച്ച് കഴിഞ്ഞ സമയത്ത് പെയിനിന്റെ രീതി മാറാൻ തുടങ്ങി. ഭയങ്കര പെയിനായി. നമ്മൾ കരയുന്ന രീതിയൊക്കെ മാറി. ഞാൻ ഭയങ്കര ബഹളം വെക്കാൻ തുടങ്ങി. അതായത് ഭയങ്കര ബഹളം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കരയാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ കരച്ചിലിന്റെ സൗണ്ട് മാറുന്നതിനനുസരിച്ച് സിസ്റ്റർമാർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ PV ചെയ്യും. അവര് എത്രമാത്രം സെന്റിമീറ്റേഴ്സ് ഡയലേറ്റ് ആയി എന്നുള്ളത് ഞാനിങ്ങനെ ചോദിച്ചു ഓരോരുത്തർ, എത്ര സെന്റിമീറ്റേഴ്സ് ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയാൻ തുടങ്ങി ഇങ്ങനെ ചോദിക്കണം, ഞങ്ങളുടെ അടുത്തുള്ള പ്രശ്നം വല്ലാതെ ഓവറാകാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ ആ വേദന ഇങ്ങനെ സഹിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വേദന സഹിക്കേണ്ടി വരുമല്ലോ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആ സമയത്ത് നമ്മൾ ലിറ്ററലി ചിന്തിക്കും, കാരണം നമുക്ക് അത്രയും വേദന നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഐ വാസ് ലൈക്ക് ഇനി വേറെ സൊല്യൂഷൻ ഇല്ല, അത് കഴിയില്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ നമുക്കൊരു ലാസ്റ്റ് വേറെ റൂമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുള്ളൂ. കുറച്ചും കൂടെ, അതായത് അവിടെയാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിന് പേരെന്താ എനിക്ക് അറിയില്ല കേട്ടോ. അതായത് ഒരു ഹാഫ് കട്ടിലുള്ള അതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അതായത് ഇന്നെ ഷിഫ്റ്റ് ചെയ്തു അതിലേക്ക്. കുറച്ച് വാട്ടർ എല്ലാം അവരെന്നെ ബ്രേക്ക് ചെയ്തു. PV ചെയ്യുന്നതിന് കൂടുതലും വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കളികളെല്ലാം വേറെ ലെവലാണ്. വേദന നമുക്ക് നല്ല രീതിയിൽ വേദന വരും, പുഷ് ചെയ്യാനുള്ള ഏർജ് വരും, സ്വന്തമായിട്ട് പുഷ് ചെയ്യാനുള്ള ഏർജ് വരും. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നു, കുട്ടി വരുന്നില്ല. സിസ്റ്റർമാർ ഒരു പുഷ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സ്, അതിൽ നമ്മൾ പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ കുട്ടി വരുന്നില്ല. കുട്ടിക്ക് വരാൻ കഴിയുന്നില്ല. ഈ പറഞ്ഞ പോലെ
വെയിറ്റ് ഉണ്ട് ആള്, അതുകൊണ്ട് വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മേ ബി ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെ പുറത്തു പോയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിന്റെ അടുത്ത്. അങ്ങനെ ഫൈനലി ഞാൻ പുഷ് ചെയ്തു. അൽഹംദുലില്ലാ, ദാറ്റ് മൊമെന്റ് ഹാപ്പൻഡ്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഈ ഒരു മൊമെന്റിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എനിക്ക് പ്രസവം അത്ര ട്രോമറ്റൈസിങ് ആയിരുന്നില്ല, ഇതെല്ലാം വാങ്ങല്ല തൊല്ലിയല്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനൊക്കെ കാരണം ആ ഒരു മൊമെന്റാണ്. ആ ഒരു മൊമെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റിലുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതുവരെയും നമുക്ക് ചുറ്റിലുള്ളതൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ അത് വേദന കൊണ്ടാണ്. പക്ഷെ ഈ ഒരു മൊമെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാജിക്. കാരണം നമ്മളൊരു മദറാണ്. ഓക്കെ, ലൈക്ക് ആ ഫീലിംഗ് എന്ന് പറയുന്നത് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ആ ഒരു പെയിൻ എല്ലാം ആ മൊമെന്റിൽ, ഈവൻ ദോ നമ്മൾ പിന്നെയും പെയിൻ സഹിക്കേണ്ടി വരുന്നുണ്ട്, അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് ആ വേദന ഫീൽ ചെയ്യില്ല. ഒന്നാമത് അവര് ലൈക്ക് നമ്മള് എപ്പിസോഡമി ചെയ്യുന്ന സമയത്ത് ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്, അതുകൊണ്ടും കൂടെ ആയിരിക്കും നമുക്ക് പെയിൻ ഫീൽ ചെയ്യാത്തത്. ബട്ട് സ്റ്റിൽ കുട്ടി വന്നു കഴിഞ്ഞാല് നമ്മള് ആ ഒരു മാജിക്കിൽ അങ്ങനെ ഫ്ലോണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഒരു മൊത്തത്തില് ഇത്രയും പേരൊക്കെ സഹിച്ചുകൊണ്ടൊരു തലകർക്കം ഉണ്ടാവും, പക്ഷേ ഉള്ളില് നമ്മൾ അത്രയും കാലം അനുഭവിക്കാത്ത പെയിനാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ അത്രയും കാലം അനുഭവിക്കാത്തൊരു ഫീലിംഗ് ആണ് നമുക്ക് വരാൻ പോകുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ഒരു ബ്ലറായിട്ടുള്ള ഒരു കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ നോക്കിയ സമയത്ത് ഇങ്ങനെ ഒരു സാധനത്തിനെ കണ്ടു. ആൻഡ് അതെന്റെ ബേബി ആയിരുന്നു, മാഷാ അല്ലാഹ്. ആൻഡ് അവര് പറഞ്ഞു ബോയ് ആണെന്നുള്ളത്. ആൻഡ് അൽഹംദുലില്ലാ ബോയ് ആണ്. ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും നമ്മൾ ഹാപ്പിയാണ്. ബോയ് ആണെന്ന് പറഞ്ഞു, അൽഹംദുലില്ലാ. അങ്ങനെ പുറത്തൊക്കെ പോയി കാണിച്ചു. അതെല്ലാം നമ്മൾ പിന്നെ ഒരു ഹാഫ് മയക്കത്തിലാവുമല്ലോ. വീണ്ടും ലൈക്ക് ഫ്രണ്ടിലേക്ക് കുട്ടിനെ കൊണ്ടുവന്നു. ഞാനിങ്ങനെ നമ്മൾ അത്രയും 9 മാസം കാത്തിരുന്ന കുട്ടി, നമുക്ക് കുട്ടീന്റെ മുഖം എന്താണെന്ന് അറിയില്ല, കുട്ടി എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ആ ഒരു മൊമെന്റിൽ നമ്മൾ കണ്ണും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുമില്ല, ഞാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവൻ കണ്ണു പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കരയുന്നുണ്ടോ തോന്നുന്നു, കരയുന്നില്ല. ഒരു കരച്ചിൽ വരാനുള്ള, ദുനിയാവൊക്കെ വരണ്ടില്ലെന്നോ എന്നുള്ള ഒരു ഫീലാണ് എന്റെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത്. ബട്ട് നമ്മൾ 9 മാസം നോക്കിക്കൊണ്ടിരുന്ന കുട്ടി നമ്മളിങ്ങനെ കാണുമ്പോൾ അത് എന്താ പറയാ, ലൈക്ക് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പറയില്ല മസിനോടി വഴി കൂട്ടി, അതൊന്നും പോകേണ്ടതാണെന്ന് പറയുള്ളൂ. അതേപോലെ തന്നെ ഇതൊന്നും പോകേണ്ട ഒരു സംഭവമാണ്. വേദനന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസ് ആലോചിക്കുകയാണെങ്കിൽ കുറച്ച് റിസ്ക് എടുത്താലും കുഴപ്പമില്ല നമുക്ക് ചിന്തിക്കാം. എനിവേസ്, അങ്ങനെ ആ ഒരു മൊമെന്റ് കഴിഞ്ഞു. കുട്ടി നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലൊരു കുഞ്ഞി കുട്ടീനെ കിട്ടുകയാണ്. പക്ഷെ ആദ്യത്തെ മൊമെന്റിൽ നമുക്ക് കുട്ടീനെ എടുക്കാനോ, അതിന് മുമ്പ് നമുക്ക് പിന്നെ ലേബർ റൂമിൽ നിന്ന് ഫീഡിങ് ഉണ്ട്. ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഭയങ്കര വേറൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് കുട്ടിക്ക് ഫീഡ് ചെയ്യാണല്ലോ, ആസ് എ ന്യൂ മദർ, അതൊക്കെ നമുക്ക് കുറച്ചൊരു സ്പെഷ്യൽ ആയിരിക്കും. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടി ബെഡിൽ കിടക്കുന്നുണ്ട്. അപ്പം നോക്കാനുള്ള ഒരു ബോധമൊന്നും ആ സമയത്തില്ല. അപ്പൊ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ പുക മാറിയൊരു അവസ്ഥയായിരിക്കും. പോയ കിളികളൊന്നും തിരിച്ചു വന്നിട്ടുണ്ടാവില്ല. നമ്മൾ റൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ആളുകളെല്ലാം ഭയങ്കര ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ, എന്തെങ്കിലും എക്സ്പീരിയൻസ്, ലൈക്ക് സിസ്റ്റർമാർ അങ്ങനെ ചോദിച്ചോ ഇങ്ങനെ ചോദിച്ചോ, സിസ്റ്റർമാർ എങ്ങനെ ഉണ്ടായിരുന്നു, കോപ്പറേറ്റിംഗ് ആയിരുന്നു, ബുദ്ധിമുട്ടിയോ, സ്റ്റിച്ച് ഉണ്ടോ, കുറെ സ്റ്റിച്ച് ഉണ്ടോ, സ്റ്റിച്ച് പെയിൻ ഉണ്ടോ, അതായത് മാങ്ങാത്തൊലി എന്ന് പറഞ്ഞ കുറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മളെല്ലാത്തിനും ഉത്തരവും വരും, പക്ഷെ നമുക്ക് ബോധം ഉണ്ടാവില്ല. നമ്മള് ഒരു 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 ഫ്ലോണ്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക്. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് ഒരു കുട്ടി എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആയി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്രസവം എന്ന് പറയുന്ന സംഭവം നടക്കുക. എനിക്ക് നടന്നത് അങ്ങനെയാണ്. ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ആണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് നമ്മളെല്ലാരും ഇത് കണ്ടോണ്ടിരിക്കുന്ന ലൈക്ക് പ്രസവിക്കാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ, ലേഡീസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഡെഫിനറ്റ്ലി പ്രസവത്തിന് വേദന ഉണ്ടാവും. അതെല്ലാവർക്കും അറിയാലോ, എന്തായാലും വേദന ഉണ്ടാവും. പക്ഷെ ആ വേദന എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത വേദന അങ്ങനെയല്ല. അതായത് ഭയങ്കര വേദനയാണ്. നമ്മൾ ലൈഫിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വേദനയാണ്. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയും, മനസ്സിലായോ? അതിന് കഴിയും ചെയ്യും. നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന റിവാർഡ് ഇത് മാജിക്കാണ്. ആ ഒരു സമയത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാല് രസമായിരിക്കും. ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും സമയം അനുഭവിച്ച വേദനയൊക്കെ ലൈക്ക് കാറ്റ് പറത്തുന്ന രീതിയിലുള്ള അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു റിവാർഡ് ആയിരിക്കും നമുക്ക് കുട്ടിനെ ഹെൽത്തി ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഉണ്ടാവുക. സോ ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾ ഈ കാണുന്ന പ്രഗ്നൻസി ആയിട്ടുള്ള എല്ലാ ലേഡീസിനും സുഖപ്രസവം കിട്ടട്ടെ എന്നുള്ളതും, നല്ല ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മക്കളെ കിട്ടട്ടെ എന്നുള്ളതും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ചും കൂടെ രസം നല്ല പിന്നെ പോസ്റ്റ് പാർട്ടം പീരീഡ് വരുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം.
പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരു ബേബിനെ നമുക്ക് കിട്ടിയതിന്റെ എല്ലാ രീതിയിലുള്ള എക്സൈറ്റ്മെന്റ്സും ഉണ്ടായിരുന്നു. രസമായിരുന്നു മൊത്തത്തിലുള്ള ജേർണി എന്ന് പറയും. സോ ഡെലിവറി എന്ന് പറയുമ്പം ഡെലിവറി ഉണ്ട്, പ്രസവം ഉണ്ട്, വേദന ഉണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന പ്രഗ്നന്റ് ആയിരുന്നു ഞാനും. പക്ഷെ വിചാരിച്ച അത്ര ഭയാനകരമൊന്നുമല്ല. വേദന ഇന്റൻസ് വേദനയാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു സാധനം ഇല്ല. രസമായി, അത്രയും പറയാനുള്ളൂ. സോ ഐ ഹോപ്പ് ദാറ്റ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. ഇതിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒന്നും തന്നെ അല്ല, ബിക്കോസ് നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഡെലിവറി ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അതിലൂടെ ആഡ് ചെയ്യട്ടെ. അതായത് എനിക്ക് കുറച്ചുകൂടെ പെയിനിന്റെ ഇന്റൻസിറ്റി കൂടിയത് സ്ക്വാഡ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ അവിടുത്തെ സ്റ്റെയർ കേസസ് കയറിയ സമയത്തുമാണ്. അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ആ രീതിയിലാണ് ആയിട്ടുണ്ടായിരുന്നത്. ഏകദേശം എന്റെ ഡെലിവറി പെയിൻ ഇൻഡ്യൂസ് ചെയ്തതിനു ശേഷം, തലേ ദിവസം തൊട്ടുള്ളതല്ല, പെയിൻ ഇൻഡ്യൂസ് ചെയ്തതിനു ശേഷം 9.5 മണിക്കൂറാണ് എന്റെ ഡെലിവറി പെയിൻ നീണ്ടു നിന്നത്. 9.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രസവിക്കുന്നത്. ഒരു 9.5 മണിക്കൂർ നമ്മൾ വേദന സഹിച്ചുകൊണ്ടിരുന്നു. പക്ഷെ 9.5 മണിക്കൂർ ഈ വേദന ഇങ്ങനെ സഹിച്ചുകൊണ്ടിരുന്നു എന്നൊന്നും അർത്ഥമില്ല. വേദനയിലും പോകും, വേദനയിലും പോകും, ആ രീതിയിലൊക്കെയാണ് 9.5 മണിക്കൂർ ഓൾ ടോട്ടൽ നമ്മൾ സഹിച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഞാൻ കൂട്ടിയിട്ടില്ല. തലേ ദിവസം കൂട്ടിയത് അത് ചെറിയൊരു പീരിയഡ്സിന്റെ വേദന പോലെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ഇനി പ്രസവിക്കേണ്ട എന്നാണോ തോന്നിയത് എന്ന് എനിക്കറിയില്ല. അതോ ഓക്കെ പ്രസവിച്ചാൽ കുഴപ്പമില്ല എന്നാണോ തോന്നിയതെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിലും എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇതാണ്. ആൻഡ് എന്റെ ഡെലിവറി ജേർണി, പ്രഗ്നൻസി ജേർണി എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് അത്ര ട്രോമറ്റൈസിങ് ആയിരുന്നില്ല, ഗുഡ് ആയിരുന്നു, അൽഹംദുലില്ലാ മാഷാഅല്ലാഹ്. സോ ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്കും അങ്ങനെ തന്നെ നല്ല ഗുഡ് എക്സ്പീരിയൻസ് എല്ലാവരോടും പറയാനുണ്ടാവും എന്നുള്ളത്. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഹോപ്പ് ദാറ്റ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. സോ ഇൻഷാല്ലാ നെക്സ്റ്റ് നമുക്ക് മോം റിലേറ്റഡ് വീഡിയോസ്, അതായത് ന്യൂ മോം റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. ഓക്കെ, ബൈ.